ഹലോ സുഹൃത്തെ, നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മളെന്നും കറണ്ട് അഫേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് എപ്പോഴും അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ എല്ലാ ഗുണനിലവാര പരിശോധനകളും 7 ജൂൺ 2024 ഏത് പേരിലാണ് സംയോജിപ്പിച്ചത്? ഓപ്പറേഷൻ ലൈഫ്. കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസ് സംയോജിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ ലൈഫ് എന്ന പേരിൽ ഒരു പുതിയൊരു പേര് നൽകിയിരിക്കുകയാണ്. ഇതിന്റെ പേരാണ് ഓപ്പറേഷൻ ലൈഫ്. ഇന്നിപ്പോൾ നമുക്കറിയാം, കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ്, അതായത് ക്വാളിറ്റി ചെക്കിംഗ്. ഇപ്പോൾ ക്വാളിറ്റി ചെക്കിങ്ങിൽ ഫിഷ്, ഷവർമ, ശർക്കര ഇത്തരത്തിലുള്ള എല്ലാ ചെക്കിങ്സും ഇനി മുതൽ ഒരു പേരിൽ ആയിരിക്കും അറിയപ്പെടാൻ പോകുന്നത്, അതായത് ഓപ്പറേഷൻ ലൈഫ്. അതായത് ഓപ്പറേഷൻ ലൈഫ് എന്ന ഈ ഒരു പേര് നൽകിയിട്ടുള്ളതും ഇത് അറിയിച്ചിട്ടുള്ളതും ഈ 2024 ജൂൺ 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ സെലിബ്രേഷൻ ഡേ ആ ഒരു വേളയിൽ അറിയിച്ചിട്ടുള്ളത്. എല്ലാ വർഷം ജൂൺ 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്നലെയായിരുന്നു വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. ഇതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് ഓപ്പറേഷൻ ലൈഫ് എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പുതിയൊരു ഓപ്പറേഷൻ അക്കാര്യം അറിയിച്ചിട്ടുള്ളത്. 2018 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ഇത് ആരംഭിച്ചിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻ. ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഓപ്പറേഷൻസ് ആണ്, അതായത് ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ ഹോളിഡേ എന്നിവയെല്ലാം. ഇനിയിപ്പോൾ ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഓപ്പറേഷൻ ആണ്, അതാണ് ഓപ്പറേഷൻ ലൈഫ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 75 ക്ലോസ് 1. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 75 ക്ലോസ് 1 പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ നിയമിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട്. ഇത് പ്രകാരം NDA ആണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി. ഇതനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് 17ാമത്തെ ലോക്സഭ പിരിച്ചുവിട്ടിരുന്നു. ഇനിയിപ്പോൾ 18ാമത്തെ ലോക്സഭയിലേക്കുള്ള സത്യപ്രതിജ്ഞയാണ് ഈ വരുന്ന ജൂൺ 9 വൈകിട്ട് 7:15 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ് വരാൻ പോകുന്ന പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഈ വരുന്ന ജൂൺ 9 സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ പോകുന്നത്. പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിനും സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഗവർണറാണ്. BJP നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് 3ാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദിയെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു വേളയിൽ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ബംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റാണിൽ വിക്രമസിംഘെ, ഭൂട്ടാനീസ് പ്രൈം മിനിസ്റ്റർ ഷെറിംഗ് ടോബ്ഗെ, നേപ്പാളി പ്രൈം മിനിസ്റ്റർ പുഷ്പകുമാർ ദഹൽ പ്രചണ്ഡ. ഈ പേരെല്ലാം നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണെന്നും അല്ലെങ്കിൽ ഭൂട്ടാനിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണെന്നും ചോദിച്ചേക്കാം. 2024 ജൂണിൽ ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ചേർത്ത ബീഹാറിൽ നിന്നുള്ള 2 തണ്ണീർത്തടങ്ങളുടെ പേര് നാഗി, നക്തി പക്ഷി സങ്കേതങ്ങൾ. ഇപ്പൊ തണ്ണീർത്തടങ്ങൾ നമുക്കറിയാം റംസാർ സൈറ്റ്. അപ്പൊ റംസാർ സൈറ്റ് അനുസരിച്ച് ബീഹാറിലെ ലേറ്റസ്റ്റ് ആയിട്ട് 2 തണ്ണീർത്തടങ്ങൾ, അതായത് വെറ്റ്ലാൻഡ്സ്, ലോകത്തിലെ ആഗോള ലിസ്റ്റിൽ ചേർത്തിരിക്കുകയാണ്. അത് നാഗി ആൻഡ് നക്തി ബേർഡ് സാങ്ച്വറീസ് ആണ്. 1971 റംസാർ കൺവെൻഷനിലാണ് റംസാർ സൈറ്റിന്റെ ഈ ഒരു ആശയം വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് ലോകത്ത് നിരവധി സ്ഥലങ്ങളിലാണ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2 വെറ്റ്ലാൻഡ്സ് തണ്ണീർത്തടങ്ങൾ ഇപ്പോൾ റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ബീഹാറിലെ ജാമുയിലുള്ള ഝാജ ഫോറസ്റ്റ് റേഞ്ചിലാണ് ഈ 2 തണ്ണീർത്തടങ്ങൾ. ഇന്നിപ്പോൾ ഇന്ത്യയിൽ 82 തണ്ണീർത്തടങ്ങൾ ആണുള്ളത്. കേരളത്തിലാണെങ്കിൽ വേമ്പനാട്ട് ലേക്ക്, ശാസ്താംകോട്ട ലേക്ക്, അഷ്ടമുടി കായൽ എന്നിവയെല്ലാം ആഗോളതലത്തിലുള്ള റംസാർ സൈറ്റിൽ വന്നിട്ടുള്ള തണ്ണീർത്തടങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി റക്കഡി ബയോസ്ഫിയർ ഉത്തരാഖണ്ഡിലെ ഏത് സ്ഥലത്താണ് സൃഷ്ടിക്കപ്പെട്ടത്? രാജാജി നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബയോസ്ഫിയർ ആണ് രാജാജി റഖഡി ബയോസ്ഫിയർ. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ രാജാജി നാഷണൽ പാർക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബയോസ്ഫിയർ വന്നിട്ടുള്ളത്. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഭയമില്ലാതെ വിരഹിക്കാനും ഭയമില്ലാതെ വസിക്കാനും വെള്ളം, വായു, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വാസസ്ഥലം ഒന്നാണ്
ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ ആണ് നീലഗിരി. ഇതിപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബയോസ്ഫിയർ ആണ് രാജാജി റാഗഡി ബയോസ്ഫിയർ. ഇതിന്റെ പുറകിൽ നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ജയ് ദാർ ഗുപ്ത. ഇദ്ദേഹം ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആണ്. കൂടാതെ എക്കോളജിസ്റ്റ് ആയിട്ടുള്ള വിജയ് ദാസ്മാന. 35 ഏക്കറിലാണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ രാജാജി റാഗഡി ബയോസ്ഫിയർ വന്നിട്ടുള്ളത്. 2024 ജൂൺ 6 EY വേൾഡ് ഓണ്ടർപ്രണർ ഓഫ് ദി ഇയർ 2024 നേടിയത് ഇന്ത്യയിൽ നിന്ന് ആരാണ്? വെള്ളയൻ സുബ്ബയ്യ. നമ്മൾ ഒരുപക്ഷെ കേട്ട് കാണാൻ വഴിയുള്ള ഒന്നാണ് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, TII. സൈക്കിളിന്റെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള TII ഇത് നിർമ്മിക്കുന്നത് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ വെള്ളയാൻ സുബ്ബയ്യയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2024 ജൂൺ 6 മോണ്ടെ കാർലോയിൽ നടന്നിട്ടുള്ള ഒരു EY വേൾഡ് ഓണ്ടർപ്രണർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു. ഈ ചടങ്ങ് നടന്നിട്ടുള്ളത് മോണ്ടെ കാർലോ എന്ന സ്ഥലത്താണ്. 47 രാജ്യങ്ങളിൽ നിന്നുള്ള 51 അവാർഡ് വിന്നേഴ്സിൽ നിന്നാണ് മിസ്റ്റർ സുബ്ബയ്യയ്ക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. EY ഓണ്ടർപ്രണർ ഓഫ് ദി ഇയർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നത് ഏൺസ്റ്റ് ആൻഡ് യങ് ഓണ്ടർപ്രണർ ഓഫ് ദി ഇയർ അവാർഡ് എന്ന പേരിലാണ്. മിനിറ്റ്മാൻ 3 ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയുടെ ഒരു ICBM, അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈൽ ആണ് മിനിറ്റ്മാൻ 3. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഈയടുത്ത് അമേരിക്ക പരീക്ഷിച്ചു. 2024 ജൂൺ 4 കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോർ ബേസിൽ നിന്ന് അമേരിക്ക ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈൽ ആണ് അഗ്നി 5 സീരീസിലെ അഗ്നി 5. അതായത് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള മിസൈൽസ് ആണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈൽ. അമേരിക്ക അവകാശപ്പെടുന്നത് ഈ തരത്തിലുള്ള മിസൈൽ 30 മിനിറ്റ് മതി റഷ്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള മോസ്കോയിൽ എത്താൻ വേണ്ടി. അത്രയ്ക്ക് സ്പീഡ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈൽ ആണ് മിനിറ്റ്മാൻ 3 എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ. 3 സ്റ്റേജിലായിട്ട് പ്രവർത്തിക്കുന്ന ഈ മിസൈലിന്റെ സ്പീഡ് ആണ് മണിക്കൂറിൽ 23,000 മുതൽ 24,000 വരെ. അതായത് 24,000 കിലോമീറ്റർ പോകാൻ വേണ്ടി കേവലം വേണ്ടത് 1 മണിക്കൂർ മാത്രമാണ്. അത്രയ്ക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിസൈൽ ആണ് US-ന്റെ മിനിറ്റ്മാൻ എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ. ഇന്നലെ ജൂൺ 7 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2014 ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം തെലങ്കാന. തെലങ്കാനയാണ് ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് 2014. 2019 ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുകയും ജമ്മു കാശ്മീരിനെ 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ എല്ലാ ഗുണനിലവാര പരിശോധനകളും 7 ജൂൺ 2024 ഏത് പേരിലാണ് സംയോജിപ്പിച്ചത്? ഓപ്പറേഷൻ ലൈഫ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 75 ക്ലോസ് 1. 2024 ജൂണിൽ ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ചേർത്ത ബീഹാറിൽ നിന്നുള്ള 2 തണ്ണീർത്തടങ്ങളുടെ പേര്? നാഗി, നക്തി പക്ഷി സങ്കേതങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി റഖഡി ബയോസ്ഫിയർ ഉത്തരാഖണ്ഡിലെ ഏത് സ്ഥലത്താണ് സൃഷ്ടിക്കപ്പെട്ടത്? രാജാജി നാഷണൽ പാർക്ക്. 2024 ജൂൺ 6 EY വേൾഡ് ഓണ്ടർപ്രണർ ഓഫ് ദി ഇയർ 2024 നേടിയത് ഇന്ത്യയിൽ നിന്ന് ആരാണ്? വെള്ളയാൻ സുബ്ബയ്യ. മിനിറ്റ്മാൻ 3 ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ ICBM ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ന് ജൂൺ 8 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ടു വിച്ച് അതോറിറ്റി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ പ്രസന്റഡ് ദി ഡീറ്റെയിൽസ് ഓഫ് ന്യൂ ലോക്സഭ മെമ്പേഴ്സ് ഓൺ 6 ജൂൺ 2024? 6 ജൂൺ 2024 പുതിയ ലോക്സഭാ അംഗങ്ങളുടെ വിശദാംശങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജീവ് കുമാർ ഏത് അതോറിറ്റിക്ക് സമർപ്പിച്ചു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ
കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.